കർണാടക സർക്കാരിൻ്റെ സമരം, കേന്ദ്രത്തിന് എതിരായ സമരം, കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയുള്ള സമരം ഇന്ന് ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മറ്റ് മന്ത്രിമാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുത്ത പ്രക്ഷോഭമാണ് ഡൽഹിയിൽ അരങ്ങേറിയത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു വസ്തുതയാണ്. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ, UDF, VD സതീശനും K സുധാകരനും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവുമോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. എന്താണ് സിദ്ധരാമയ്യ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, നോട്ട് ഓൺലി കർണാടക, എൻറ്റയർ സദേൺ സ്റ്റേറ്റ്സ്, അതായത് കർണാടകയെ മാത്രമല്ല കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ എല്ലാം കേന്ദ്രം BJP സർക്കാർ അവഗണിക്കുകയാണ്. ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല എന്നാണ് സിദ്ധരാമയ്യ എടുത്തു പറഞ്ഞത്. ഇതിനോട് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ K സുധാകരൻ്റെയും VD സതീശൻ്റെയും അതുപോലുള്ള മറ്റ് നേതാക്കളുടെയും പ്രതികരണം എന്താവും എന്ന് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത്രയും നാൾ പിണറായി സർക്കാർ, ഇടതുപക്ഷവും ശ്രമിച്ചിട്ടോ ഒന്നും ഒരു തരത്തിലുള്ള സഹകരണത്തിനോ കേന്ദ്രത്തെ തള്ളിപ്പറയാനോ കേരളത്തോട് കേന്ദ്രം വിവേചനം കാട്ടുന്നു എന്നോ പറയാനോ ഒന്നും, തുറന്നു പറയാനുള്ള ആർജവമോ ഒന്നും കേരളത്തിലെ പ്രതിപക്ഷം കാണിച്ചിട്ടില്ല, കേരളത്തിലെ BJP നേതാക്കളും കാണിച്ചിട്ടില്ല. അവിടെയാണ് അയൽ സംസ്ഥാനമായ കർണാടകയുടെ മുഖ്യമന്ത്രി കേരളത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ട് കൂടെ നിർത്താൻ ശ്രമിക്കുന്നത്, തമിഴ്നാടിനെ ഉൾപ്പെടെ. അപ്പം നമ്മുടെ പ്രതിപക്ഷം എന്താണ്? നിങ്ങളുടെ തന്നെ പാർട്ടിയല്ലേ സിദ്ധരാമയ്യയുടെ പാർട്ടി, കർണാടകയിലെ കോൺഗ്രസ്? അവർക്കിങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ, അവിടുത്തെ നേതാക്കൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ കേരളത്തിലെ UDF നേതാക്കൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് എന്തുകൊണ്ട് ഇത് പറയാൻ പറ്റുന്നില്ല? അപ്പം നാളെ സമരം നടക്കുകയാണ് കേരളത്തിൻ്റെ. കേരള മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഇതേപോലെ ജനപ്രതിനിധികളെല്ലാം പങ്കെടുത്ത സമരം ജന്തർ മന്ദറിൽ തന്നെ നടക്കുകയാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ സമരത്തോട് ഞങ്ങൾക്ക് ആഭിമുഖ്യമുണ്ട്. കർണാടക മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, സ്വന്തം പാർട്ടിക്കാരനായ കർണാടക മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളത്തോടും അവഗണനയുണ്ട്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് മുഴുവൻ അവഗണനയുണ്ട്, തമിഴ്നാടിനോടും കർണാടകയോടും ഞങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ കഴിയത്തില്ല എന്ന് പറയാൻ കേരളത്തിലെ ഇവിടുത്തെ KPCC തയ്യാറാവുക, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് തയ്യാറാവുക. ഇതാണ് രാഷ്ട്രീയത്തിലെ പ്രധാന ചോദ്യം. നിങ്ങൾ ആരുടെ കൂടെയാണ്? നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ കൂടെയാണോ എന്ന ചോദ്യം. എന്താ സിദ്ധരാമയ്യ കണക്ക് സഹിതം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഓരോ ധനകാര്യ കമ്മീഷനും വരുമ്പോഴും വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ നാളുകളിൽ തന്നെ നോക്കിയാൽ 64,000 കോടി രൂപയുടെ നഷ്ടമാണ് കർണാടകയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അതായത് അദ്ദേഹം കണക്ക് പറയുന്നുണ്ട്, 14ാം ധനകാര്യ കമ്മീഷൻ, ആ കമ്മീഷനിന്റെ നിർദ്ദേശപ്രകാരം കർണാടകയ്ക്ക് കിട്ടേണ്ട വിഹിതം, ടാക്സ് വിഹിതം, നികുതി വിഹിതം 4.71%. എന്നാൽ ഇപ്പോഴത്തെ 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ആ വിഹിതം 3.64 വെട്ടിക്കുറച്ചു. മനസ്സിലാക്കണം. അപ്പോൾ 1.07 വരുമാന നഷ്ടമാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് കർണാടകയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്ന കണക്കുകളാണ്. ഇതേ നഷ്ടമാണ്, ഇതേപോലെയാണ് കേരളത്തിനും സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തമിഴ്നാടിന് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ BJP ഇതര പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് തെക്കേ ഇന്ത്യയിൽ കാണിക്കുന്ന ഈ വിവേചനത്തിന് എതിരെയാണ് കർണാടകം ഇന്ന് സമരം ചെയ്തത്. നാളെ കേരളം ചെയ്യാൻ പോകും. ആ സമരത്തിന് തമിഴ്നാടിൻ്റെയും ഒക്കെ പിന്തുണയുണ്ട്. സിദ്ധരാമയ്യ പോലും ഇങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം എന്താണ് കാട്ടിക്കൂട്ടുന്നത്? അപ്പോൾ നിർമ്മല സീതാരാമൻ, കേന്ദ്ര ധനമന്ത്രി, ചോദിച്ചു അത്ര, ഇപ്പൊ കർണാടക സമരം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് ധനകാര്യ കമ്മീഷൻ വെട്ടിക്കുറച്ചതല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യണോ? നല്ല ഉഡായിപ്പ് മറുപടിയാണ്. ധനകാര്യ കമ്മീഷൻ തന്നെ, ഇപ്പോഴത്തെ 15ാം ധനകാര്യ കമ്മീഷൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, വിഹിതം കൂട്ടിക്കൊടുക്കണം
പിടിച്ചു വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് കേന്ദ്ര ധനമന്ത്രി മിണ്ടുന്നില്ല. ധനകാര്യ കമ്മീഷൻ വെട്ടിക്കുറച്ചു. ഈ ധനകാര്യ കമ്മീഷനെ നിയന്ത്രിക്കുന്ന വേറെ ചില ഘടകങ്ങളുണ്ട്. പക്ഷെ അവര് തന്നെ പറഞ്ഞു ഇത് പിടിച്ചു വെക്കാൻ പാടില്ല, കൊടുക്കാനുള്ള പൈസ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതിനെ പറ്റി നിർമ്മലാ സീതാരാമൻ മിണ്ടുന്നില്ലല്ലോ. എന്നിട്ട് പഴി മുഴുവൻ ധനകാര്യ കമ്മീഷനെ തലയെ കെട്ടിവെക്കാൻ നോക്കാതെ രാഷ്ട്രീയ വിവേചനം കാണിച്ചിട്ട് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ അല്ലെ പ്രതിപക്ഷം ഭരിക്കുന്നിടത്ത് രാഷ്ട്രീയ വിവേചനം കാണിച്ച് തരാനുള്ള കാശ് തരാതെ ആ സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്നിട്ട് ഈ ന്യായം പറയുകയാണ്. ഇതിനെതിരെ സംസാരിക്കാൻ കേരളത്തിലെ UDF നേതൃത്വം കോൺഗ്രസും എന്താണ് തയ്യാറാവാത്തത്? സിദ്ധാരാമയ്ക്ക് ധൈര്യം ഉണ്ടല്ലോ ഇത് പറയാനുള്ള, ആർജവം ഉണ്ടല്ലോ. ഡൽഹിയിൽ പോയിട്ട് ഇത് പറയാനുള്ള ആർജവം കാണിച്ചില്ലേ? എന്തേ കേരളത്തിലെ കോൺഗ്രസിന് മിണ്ടാനുള്ളത് ഇക്കാര്യത്തിൽ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ ആരുടെ കൂടെയാണ്? കേരളത്തിലെ കോൺഗ്രസ് ആരുടെ കൂടെയാണ്? ഈ ജനങ്ങൾക്കൊപ്പമാണോ? നിങ്ങൾ LDFന്റെ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ സ്വയം സമരം ചെയ്യും, ജനങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടെന്ന് പ്രഖ്യാപിക്കും. അതിനുപോലും തയ്യാറാകാത്ത ഒരു പാർട്ടി കേരളത്തിലെ UDFും കോൺഗ്രസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇതൊരു അവസരമാണ്. ഇലക്ഷൻ വരുന്നു, നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ഒരവസരമാണ്. അത് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.